അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടാൽ ആർക്കും ഒരു ടെൻഷൻ വരും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസ് എന്ന്. പക്ഷേ ആ വൈറ്റ് ഹൗസിന് താഴെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ഒരു ബ്രഹ്മാണ്ഡ ബോൾ റൂം പ്രൊജക്ടിന്റെ മറവിൽ ഭൂമിക്കടിയിൽ ഒരു മാസീവ് മിലിറ്ററി കോംപ്ലക്സ് പണിയുകയാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വെറും ഒരു പാർട്ടി ഹാൾ അല്ല ഇത്. ആധുനിക യുദ്ധതന്ത്രങ്ങളും മാരകായുധങ്ങളും അത്യാധുനിക കമാൻഡ് സെന്ററുകളും ഒളിപ്പിച്ചു വെച്ച ഒരു ഭൂഗർഭ കോട്ട. എന്താണ് ട്രംപ് ഇത്ര രഹസ്യമായി വൈറ്റ് ഹൗസിന് താഴെ പണിയുന്നത്? എന്തിനാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അൺപേട്രിയോട്ടിക് എന്ന് പറഞ്ഞത്? ഈ രഹസ്യങ്ങൾ എന്താണ് പരിശോധിക്കാം. കാര്യങ്ങൾ തുടങ്ങുന്നത് ഒരു ബോൾ റൂമിൽ നിന്നാണ്. ഏകദേശം 90,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വമ്പൻ ഹാൾ വൈറ്റ് ഹൗസ് വളപ്പിൽ പണിയാനാണ് ട്രംപ് പ്ലാൻ ചെയ്തത്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ആഡംബര പാർട്ടി ഹാൾ മാത്രമാണ്. പക്ഷേ ഇതിന്റെ പ്ലാനുകൾ പരിശോധിച്ച് ചരിത്രകാരന്മാരും എഞ്ചിനീയേഴ്സും പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ബോൾ റൂം ഇതിന് താഴെ തട്ടുകളായിട്ട് നിർമ്മിക്കപ്പെടുന്നത് ലോകത്തെ ഏത് ആണവായുധത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മിലിറ്ററി ബേസ് ആണ്. ഒരു വശത്ത് പാർട്ടികളും ആഘോഷങ്ങളും നടക്കുമ്പോൾ അതിന്റെ താഴെ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന മാരകമായ കൺട്രോൾ റൂമുകൾ പണിയുകയാണ്. ട്രംപ് പറയുന്നത് ഇതിനായി സർക്കാർ പണമൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ്. പ്രൈവറ്റ് ഡോണേഴ്സ്, അതായത് സ്വകാര്യ വ്യക്തികളാണ് ഇതിന് പണം നൽകുന്നത്. പക്ഷേ ഈ പണം നൽകുന്നത് ആരാണ്? ഏത് കോടീശ്വരന്മാരാണ് വൈറ്റ് ഹൗസിന് താഴെ സൈനിക സമുച്ചയം പണിയാൻ ട്രംപിനെ സഹായിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപ് കലിപ്പിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് മാർച്ച് 26 നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ട്രംപ് പൊട്ടിത്തെറിച്ചു. ഈ രഹസ്യ പ്ലാനുകൾ പുറത്തുവിട്ടവരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജ്യദ്രോഹികൾ എന്നാണ്. നാഷണൽ ട്രസ്റ്റ് ഫോർ ഹിസ്റ്റോറിക് പ്രിസർവേഷൻ ഫയൽ ചെയ്ത ഒരു സ്റ്റൂപ്പിഡ് ലോ സ്യൂട്ട് കാരണമാണ് ഈ രഹസ്യങ്ങൾ പുറത്തായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ വൈറ്റ് ഹൗസ് പോലെ ഒരു ചരിത്ര സ്മാരകത്തിന് താഴെ ഇത്രയും വലിയ കുഴി കുഴിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കേസ്. പക്ഷെ ട്രംപ് പറയുന്നത് നോക്കൂ, ഇത് രഹസ്യമായിരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ അറിവില്ലാത്തവർ ഇത് പബ്ലിക് ആക്കി. ഒരു നയ പൈസ സർക്കാർ പണമില്ലാതെയാണ് ഇത് പണിയുന്നത്. പിന്നെ എന്താണ് പ്രശ്നം? പക്ഷെ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ അത്ര നിസ്സാരമായി ഇതിനെ കാണുന്നില്ല. ഡിസ്ട്രിക്ട് ജഡ്ജി റിച്ചർഡ് ലിയോൺ ഈ പ്രൊജക്ടിനെ വളരെ ഗൗരവത്തോടെയാണ് നോക്കുന്നത്. നാളെ ഏപ്രിൽ 1 പണി തുടങ്ങാൻ ഇരിക്കെ ഇന്ന് രാത്രി വൈകിയോ നാളെയോ കോടതി വിധി വന്നേക്കാം. ഒരുപക്ഷെ ട്രംപിന്റെ ഈ സ്വപ്ന പദ്ധതി കോടതി തടഞ്ഞേക്കും. നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. 90,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്, അതായത് ഏകദേശം 1.5 ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പം, അല്ലെങ്കിൽ അതിലും വലുത് എന്ന് വേണം പറയാൻ. വൈറ്റ് ഹൗസിന്റെ സുരക്ഷാ മേഖലയ്ക്ക് താഴെ ഇത്രയും വലിയൊരു നിർമ്മാണം നടക്കുമ്പോൾ അത് വാഷിംഗ്ടൺ DC തന്നെ ആകെ സുരക്ഷയെ ബാധിക്കും.